ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാസ്. നിഫ്റ്റി ഇന്ന് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും. നിഫ്റ്റി ഇന്ന് 70 പോയിന്റ് ഉയർന്ന് 15,924 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് ആണെങ്കിൽ 239 പോയിന്റ് ഉയർന്ന് 35,907 ക്ലോസ് ചെയ്തത്. ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ റിയൽറ്റി സെക്ടർ 4% അപ്പായിരുന്നു. അതേപോലെ IT സെക്ടറും 1% അപ്പായിരുന്നു. ഓട്ടോ സെക്ടർ, PSU ബാങ്ക്, ഫാർമ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ HCL ടെക് 5%, LNT 3.66%, വിപ്രോ 2.96%, ടെക്കം 2.85% അപ്പായിരുന്നു. അതേപോലെ ടോപ്പ് ലോസേഴ്സിൽ ONGC 3.06, ഏച്ചർ മോട്ടോഴ്സ് 1.3% ഡൗൺ ആയിരുന്നു. ഇനി ഇന്നത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരക്കുന്ന ആ ഒരു റേഞ്ച്, ട്രേഡിംഗ് റേഞ്ച് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തു രാവിലെ തന്നെ. അതിനുശേഷം അതിന് തൊട്ട് മുകളിലായിട്ട് കുറച്ച് ഇൻസൈഡ് ബാസ് ഫോം ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിട്ട് അവേർലി ചാർട്ടിൽ. അതേപോലെ സിമിലർ ചാർട്ടാണ് ബാങ്ക് നിഫ്റ്റിയിലും ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്കറിയാം, ബാങ്ക് നിഫ്റ്റിയിൽ ഓൾ ടൈം ഹൈൻ്റെ തൊട്ട് താഴെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫോം ചെയ്ത ആ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് തന്ന ശേഷം ആ ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നതാണ് കാണുന്നുള്ളത്. കുറച്ച് ഇൻസൈഡ് ബാസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഇൻട്രാഡേ ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റും, നിഫ്റ്റി രാവിലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നു. സിമിലർ പാറ്റേൺ ആണ് ബാങ്ക് നിഫ്റ്റിന്റെ ചാർട്ടിലും കാണാൻ പറ്റുന്നത് നമുക്ക്. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് FMCGയിലെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയായ മാരിക്കോ ആപ്കോ നാച്ചുറൽസിന്റെ 60% ഓഹരികൾ അക്വയർ ചെയ്തു എന്നാണ്. ആപ്കോ നാച്ചുറൽസിന്റെ ഒരു പ്രധാനപ്പെട്ട ആയുർവേദിക് ബ്രാൻഡാണ് ജസ്റ്റ് ഹെർബ്സ്. മാരിക്കോ തന്നെ ഈ വർഷം ആദ്യം മെൻസ് ഗ്രൂമിംഗ് പ്രൊഡക്ട്സ് ആയ ബിയർഡോ അക്വയർ ചെയ്തിരുന്നു. മാരിക്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പലർക്കും കേട്ടിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. പാരച്യൂട്ട്, സഫോള, ഇതൊക്കെ മാരിക്കോയിൽ നിന്നുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ ഇപ്പോൾ അവർ അക്വയർ ചെയ്യുന്ന പ്രൊഡക്ട്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈൻ സെല്ലിങ്ങിന് മോർ ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് പ്രൊഡക്റ്റുകളാണ്. ഇപ്പോൾ ഇതേ കേസിൽ ഇപ്പോൾ ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞാലും അവർക്ക് സ്വന്തമായിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് ഉണ്ട്. അതുകൂടാതെ അവർ സാധാരണ മാർക്കറ്റ് പ്ലേസുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക പോലുള്ള മാർക്കറ്റ് പ്ലേസിലും അവർ അവരുടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രൊഡക്റ്റുകളിലേക്ക് അവരുടെ ഫോക്കസ് മാറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന്. അടുത്തൊരു ന്യൂസ്, രാകേഷ് ജുൻജുൻവാല അവരുടെ ടൈറ്റാനിലുള്ള സ്റ്റേക്ക് വീണ്ടും കുറച്ചു എന്നുള്ളതാണ്. 0.25% കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 3.97 ആയിരുന്നത് 3.72 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായ മൂന്നാമത്തെ ക്വാർട്ടറിലാണ് ജുൻജുൻവാല തന്റെ സ്റ്റേക്ക് ടൈറ്റാനിൽ കുറക്കുന്നത്. അതേസമയം ഭാര്യയുടെ പേരിൽ ടൈറ്റാനിലുള്ള സ്റ്റേക്ക് 1.09% അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും കൂടി 5.5% ആയിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന ടൈറ്റാന്റെ ഓഹരികൾ. പക്ഷേ ഡിസംബർ 2020 5.3% കുറഞ്ഞു. മാർച്ച് 2021 അത് 5.1% ആയിട്ട് കുറച്ചിട്ടുണ്ട് അവർ. ഇപ്പോൾ 4.8% ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ്. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് അദാനി ഗ്രീനുമായി ബന്ധപ്പെട്ടാണ്. അദാനി ഗ്രീൻ എനർജി ഇപ്പോഴുള്ള 15,000 നിന്ന് 25,000 ആയി ബോറോയിങ് ലിമിറ്റ് ഉയർത്താനുള്ള അപ്രൂവൽസ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കിട്ടിയെന്നാണ്. 2025 അവരുടെ ഓപ്പറേഷണൽ കപ്പാസിറ്റി 25 GW ആയിട്ട് ഉയർത്താനാണ് അവർ ലക്ഷ്യമിടുന്നത്. അതുകൂടാതെ 2025 ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സോളാർ എനർജി കമ്പനിയായി വളരാൻ അവർ ലക്ഷ്യമിടുന്നു. കൂടാതെ 2030 ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി കമ്പനിയായി വളരാനും അവർ ലക്ഷ്യമിടുന്നുണ്ട്. ഇനിയുള്ള 2 IPOയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. സൊമാറ്റോയുടെ IPOയുടെ സബ്സ്ക്രിപ്ഷൻ്റെ 2ാമത്തെ ദിവസമായിരുന്നു ഇന്ന്. 2ാമത്തെ ദിവസം ഇതുവരെയുള്ള ഡാറ്റ അനുസരിച്ച് ടോട്ടൽ 4.77 ടൈംസ് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ഇനി റീറ്റെയിൽ പോർഷനിൽ 4.66 ടൈംസ് ആയിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് PAYTMയുമായി ബന്ധപ്പെട്ടാണ്. അവർ ഇന്ന് തന്നെ DRHP സമർപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അവർ സമാഹരിക്കാൻ ശ്രമിക്കുന്ന 16,600 കോടിയിൽ 8,300 കോടി ഫ്രഷ് ഇഷ്യൂ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ന്യൂസ്.